പലരും കൃഷ്ണനെ കണ്ടത് പല വിധത്തിലാണ്. ചിലർക്ക് കൃഷ്ണൻ എന്നുമൊരു ചെറു ബാലകനാണ്, ചിലർക്ക് പ്രിയപ്പെട്ട സുഹൃത്താണ്, ചിലർക്ക് ഗുരുവാണ്, ചിലർക്ക് യോഗേശ്വരനാണ്. ഈ വേഷങ്ങളിലെല്ലാം കൃഷ്ണനെ മാത്രമേ കാണുവാൻ കഴിയൂ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ശ്രീകൃഷ്ണൻ സകല രുചിഭേദങ്ങളെയും ഉൾക്കൊള്ളുന്നവനാണ്. ഓരോരുത്തരും അവരവരുടെ മനോധർമ്മമനുസരിച്ച് ഇതാണ് കൃഷ്ണൻ എന്ന് പറയുന്നു. കൃഷ്ണൻ പ്രവചനാതീതനുമാണ്, ദേശത്തിനും കാലത്തിനും അതീതനാണ്. ധർമ്മക്ഷയമുണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും അവതരിക്കുന്നവനാണ് കൃഷ്ണൻ. അങ്ങനെ എന്തെല്ലാമായിരുന്നു, ആരെല്ലാമായിരുന്നു അറിയില്ല, ഒരിക്കലും അറിയാനും സാധിക്കില്ല. അതെ, കൃഷ്ണനെ ഒരിക്കലും പൂർണ്ണമായും അറിയാൻ സാധിക്കില്ല. ലോകം കൃഷ്ണനെ ഭാഗികമായേ അറിഞ്ഞിട്ടുള്ളൂ. കൃഷ്ണൻ്റെ നിറം കറുപ്പായിരുന്നു. കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കറുപ്പ് എന്നാണല്ലോ. എന്നാൽ നമ്മുടെ വീക്ഷണ പരിധിയിൽ ഒതുങ്ങാത്തതിന് അപരിമേയമായതെന്തിനും നീലനിറമാണത്രേ. സമുദ്രവും ആകാശവുമെല്ലാം നീലയാണ്. കൃഷ്ണനെ നീലനിറത്തിൽ ആലേഖനം ചെയ്യുവാനും കാരണം ഇതായിരിക്കണം. കൃഷ്ണൻ അപരിമേയനാണ്, നമ്മുടെയൊക്കെ വീക്ഷണ പരിധികൾക്കപ്പുറത്തുള്ളവനാണ്. എനിക്കിനിയും ഏറെ ശ്രീകൃഷ്ണനിൽ നിന്നും പഠിച്ചെടുക്കേണ്ടതുണ്ട്, കൃഷ്ണനിലേക്ക് വളരേണ്ടതുണ്ട്. ജീവിതം നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത് സുഖമാകട്ടെ ദുഃഖമാകട്ടെ പരിധികളില്ലാതെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് കൃഷ്ണാവബോധം. കൃഷ്ണനെ അറിയാൻ ശ്രമിക്കുന്നവരുടെ നാം ഓരോരുത്തരും കൃഷ്ണാവബോധമുള്ളവരായി തീരട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.